നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ ശേഷം ബന്ധത്തിൽ നിന്നും പിന്മാറാൻ യുവാവിന്റെ സമ്മർദ്ദവും ഭീഷണിയും കാരണം ദളിത് യുവതി ജീവനൊടുക്കിയതായി പരാതി. നമ്പർ പേരാമ്പ്ര SNDP ശാഖയുടെ വാർഷിക പൊതുയോഗവും പ്രാർത്ഥനാ ഹാളിന്റെ ഉദ്ഘാടനവും നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് സായം പ്രഭ ഹോമിൽ ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. MDMAയുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ. വാർത്തകൾ വിശദമായി. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ ശേഷം ബന്ധത്തിൽ നിന്നും പിന്മാറാൻ യുവാവിന്റെ സമ്മർദ്ദവും ഭീഷണിയും കാരണം ദളിത് യുവതി ജീവനൊടുക്കിയതായി പരാതി. പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശിനി പട്ടത്ത് വീട്ടിൽ അശോകന്റെ മകൾ 25 വയസ്സുള്ള അനഘയാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച പുലർച്ചെ മരിച്ചത്. രഹസ്യ വിവാഹം നടത്തി സ്ത്രീധന പീഡനം നടത്തിയെന്നാരോപിച്ച് യുവാവിനും അമ്മയ്ക്കുമെതിരെ യുവതിയുടെ കുടുംബം രംഗത്തെത്തി. കഴിഞ്ഞ മാസം 9-ന് മാതൃ സഹോദരന്റെ ചിറ്റിശ്ശേരിയിലെ വീട്ടിൽ വെച്ചാണ് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തൂങ്ങി മരിക്കാൻ ശ്രമിച്ച യുവതിക്ക് ആദ്യം ഒല്ലൂരിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് യുവതിയുടെ സുഹൃത്തുക്കളിൽ നിന്ന് യുവാവുമായി നടന്ന രഹസ്യ വിവാഹത്തെക്കുറിച്ച് ബന്ധുക്കൾ അറിയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 6 മാസം മുൻപ് നെല്ലായി രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് സമീപവാസി കൂടിയായ പൊളിക്കൽ വീട്ടിൽ ആനന്ദുമായി യുവതിയുടെ വിവാഹം നടന്നതായി കണ്ടെത്തി. മുൻപ് ആനന്ദ് വിവാഹാലോചന നടത്തിയെങ്കിലും യുവതിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല. എന്നാൽ അടുപ്പത്തിലായ ഇരുവരും രജിസ്റ്റർ മാരേജ് ചെയ്യുകയായിരുന്നു. പിന്നീട് ഇരു വീട്ടുകാരുടെയും സമ്മതപ്രകാരം ഏപ്രിൽ 21-ന് കല്യാണ നിശ്ചയവും നടത്തി. തുടർന്ന് യുവതിയോടുള്ള ആനന്ദിന്റെ പെരുമാറ്റം തീർത്തും മോശമായി. അസഭ്യവർഷത്തോടെയുള്ള ഭീഷണിയും പതിവായി. യുവാവിന്റെയും അമ്മയുടെയും നിരന്തരമായ ഭീഷണിയെ തുടർന്നുള്ള മനോവിഷമമാണ് അനഘയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കുടുംബം പുതുക്കാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടി കൈക്കൊണ്ടിട്ടില്ലെന്നും കുടുംബം ആരോപിച്ചു. ബിരുദാനന്തര ബിരുദധാരിയായ അനഘ PhDക്കായി റഫർ ചെയ്യുകയായിരുന്നു. അനഘയുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നിയമ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ സംഭവത്തിൽ യുവാവിനെതിരെ കേസെടുത്തതായും കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായും പുതുക്കാട് SHO V സജീഷ് കുമാർ അറിയിച്ചു. 3025 നമ്പർ പേരാമ്പ്ര SNDP ശാഖയുടെ വാർഷിക പൊതുയോഗവും പ്രാർത്ഥനാ ഹാളിന്റെ ഉദ്ഘാടനവും നടത്തി. SNDP കൊടകര യൂണിയൻ സെക്രട്ടറി KR ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് PA കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. കൊടകര യൂണിയൻ വൈസ് പ്രസിഡന്റ് PK സുഗതൻ മുഖ്യപ്രഭാഷണം നടത്തി. ശാഖാ സെക്രട്ടറി ബിന്ദു ശിവദാസൻ, പഞ്ചായത്ത് അംഗം ലത ഷാജു, ബാബു കൊമ്പത്ത്, NP മോഹനൻ, പ്രഭാകരൻ മുണ്ടയ്ക്കൽ, KA പുരുഷോത്തമൻ, സുമ ഷാജി, VG ഗോപി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നമ്മുടെ യൂണിയനാണ് കൊടകര യൂണിയൻ. തീർച്ചയായും ഈ മേഖലകളിലെല്ലാം 46 ശാഖയിൽ 2 ശാഖകൾ ഒഴിച്ച് 44 ശാഖകളിലും ശാഖ ഓഫീസും അത് ഏറെക്കുറെ ഒരു മന്ദിരത്തോടുകൂടി ഉള്ള ഒരു യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ശാഖകളാണ്. ഒരു പ്രാർത്ഥനാ ഹാളും യൂണിയന്റെ ഓഫീസും ഒക്കെ തുടങ്ങാൻ കഴിഞ്ഞതിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞുള്ളത് നിങ്ങൾക്കൊക്കെയുള്ള സന്തോഷത്തോടൊപ്പം ഞാനും പങ്കുചേരുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട് ഒരു സാമൂഹ്യ നവോത്ഥാനത്തിലേക്ക് കടന്നു വന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്നുള്ള. കൊടകര ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് സായം പ്രഭ ഹോമിൽ ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറിയൻ റോസ്ലി പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. സായം പ്രഭ ഹോമിന്റെ കെയർടേക്കർ സുജിത ബൈജു, തണലിന്റെ കൊടകര പഞ്ചായത്ത് സെക്രട്ടറി MO ഡേവിഡ് എന്നിവർ സംസാരിച്ചു. സർക്കാർ തലങ്ങളിലെ അസന്തുലിതാവസ്ഥയ്ക്കെതിരെ SYS രാഷ്ട്രീയ പ്രചാരണം സംഘടിപ്പിക്കുമെന്ന്
ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹാരി അറിയിച്ചു. SYS സംസ്ഥാന കമ്മിറ്റി തൃശൂരിൽ ഡിസംബർ 27, 28, 29 തീയതികളിലായി സംഘടിപ്പിക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് പ്ലാറ്റിനം ചേംബറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടന പരിപാടി സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഖാസിമിന്റെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി കുറ്റ്യാടി, മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി എന്നിവർ സന്ദേശ പ്രഭാഷണം നടത്തി. സമസ്ത കേന്ദ്ര മുശാവറ അംഗങ്ങളായ താഴപ്ര മുഹയുദ്ദീൻ കുട്ടി മുസ്ലിയാർ, PSK മൊയ്തു ബാഖഫി മാടവന, മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി എന്നിവർ സംബന്ധിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ സയ്യിദ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി സ്വാഗതവും SYS ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ ഏറിയാട് നന്ദിയും പറഞ്ഞു. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ SYSന്റെ 70ാം വാർഷിക പരിപാടിയുടെ ഭാഗമായാണ് കേരള യുവജന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 70 വർഷം പൂർത്തിയാക്കുന്ന SYS 2024 പ്ലാറ്റിനം ഇയറായി ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികളും പദ്ധതികളുമാണ് നടന്നുവരുന്നത്. കേരള യുവജന സമ്മേളനത്തോടെയാണ് പ്ലാറ്റിനം ഇയറിന് സമാപനമാകുക. സർക്കാരേതര മണ്ഡലങ്ങളിൽ യുവാക്കൾക്ക് അവസര സമത്വവും സാമൂഹിക നീതിയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഉദ്യോഗ മേഖലകളിൽ യുവാക്കളെ പ്രാപ്തരാക്കുന്നതിനുള്ള ക്രിയാത്മകമായ പദ്ധതികളും അവസരനീതിക്കായുള്ള പ്രക്ഷോഭങ്ങൾക്കും SYS നേതൃത്വം നൽകും. സംസ്ഥാനത്ത് സർക്കാർ ഉദ്യോഗതലത്തിൽ ഗുരുതരമായ സാമൂഹിക അസമത്വം നിലനിൽക്കുന്നുവെന്ന വസ്തുതകൾ അത് നമ്മുടെ രാഷ്ട്രീയ പരാജയമാണ്. പാലിയക്കരയിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് MDMAയും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കൊല്ലം സ്വദേശി വെളിയത്ത് പുരയിടം വീട്ടിൽ 41 വയസ്സുള്ള സുൽഫിക്കറാണ് പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ സിറ്റി ഡാൻസ് സ്റ്റാഫും പുതുക്കാട് പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 9 ഗ്രാം MDMAയും 10 ഗ്രാം കഞ്ചാവും പോലീസ് കണ്ടെടുത്തു. പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് ഇയാളെ എറണാകുളത്ത് വെച്ച് പിടികൂടിയിരുന്നു. പുതുക്കാട് SHO V സജീഷ് കുമാർ, SIമാരായ N പ്രദീപ്, KS ഉണ്ണികൃഷ്ണൻ, KS ഡേവിസ്, CPO സിനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഹിന്ദുത്വ സിദ്ധാന്തത്തിന്റെ 100ാം വർഷത്തിൽ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ ലഭിച്ച നേട്ടമെന്നും അതേസമയം ഹിന്ദുത്വ അതിന്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മറക്കരുതെന്നും പ്രസിദ്ധ മാധ്യമ പ്രവർത്തകൻ വെങ്കിടേഷ് രാമകൃഷ്ണൻ പ്രസ്താവിച്ചു. വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ മതേതര പ്രതിപക്ഷം വേണ്ടവിധം ഏറ്റെടുക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ EK ദിവാകരൻ പോറ്റി സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു വെങ്കിടേഷ് രാമകൃഷ്ണൻ. ഈ വർഷത്തെ ഗ്രാമിക EK ദിവാകരൻ പോറ്റി വിവർത്തന സാഹിത്യ പുരസ്കാരം അദ്ദേഹം മാങ്ങാട് രത്നാകരന് നൽകി. ദിവാകരൻ പോറ്റിയുടെ 19ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം കവിയും ചിന്തകനുമായ PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കവി PB ഹൃഷികേശൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ, സെക്രട്ടറി NP ഷിൻഡോ, E കൃഷ്ണാനന്ദൻ, ആശ എടമന, E ജീവാനന്ദൻ, EK മോഹൻദാസ്, PP സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. തീസ്ത സെക്യുലർവാദം എന്ന് പറയുന്ന ബോംബെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരും കുറച്ച് ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രീതിയിലുള്ള അക്കാഡമിക്കുകൾ, അതിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്രൊഫസർമാരുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ പ്രൊഫസർമാരുണ്ട്, മുൻ IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഡോക്ടർ MG ദേവസഹായം എന്ന് പറയുന്ന കണക്കുകളിലെ സുതാര്യതയെപ്പറ്റി, സർക്കാരിൻ്റെ കണക്കുകളുടെ സുതാര്യതയെപ്പറ്റി വളരെ സവിശേഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ MG ദേവസഹായത്തിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ പ്യാരലാൽ ഗാർഗ്, ഡോക്ടർ ഹരീഷ് കർണിക്, ഡോക്ടർ സെബാസ്റ്റ്യൻ മോറിസ് എന്നിവർ എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള
ഇന്ത്യയിലെ 543 മണ്ഡലങ്ങളിൽ അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ആളൂർ പൊരുന്നക്കുന്ന് സ്വദേശി ഇളയടത്ത് വീട്ടിൽ റാണി ശരണ്യയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് നടത്തി. പൊരുന്നക്കുന്ന് പ്രദേശത്ത് രൂപീകരിച്ച ജനകീയ ചികിത്സാ നിധി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത്. ഹൈഡ്രോസിനൈറ്റിസ് സപ്പുറാറ്റൈവ എന്ന അപൂർവ രോഗമാണ് 29-കാരിയായ റാണി ശരണ്യയ്ക്ക് ബാധിച്ചിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ഈ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ഷാജു എന്നിവരെ രക്ഷാധികാരികളാക്കി ഒരു ജനകീയ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, കൺവീനർ MR ഷാജി, ട്രഷറർ PU ബിബിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത്. നമ്മുടെ പൊരുന്നക്കുന്നിലെ താമസക്കാരിയായിട്ടുള്ള റാണി ശരണ്യയുടെ ചികിത്സാ സഹായ നിധിയുടെ ഭാഗമായിട്ടുള്ള ബിരിയാണി ചലഞ്ചിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജനിതക രോഗം പിടിപെട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് റാണി ശരണ്യ. രോഗകാരണം എന്താണെന്ന് കണ്ടെത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു സാമ്പത്തിക ചെലവ് ഇതിൻ്റെ ചികിത്സയ്ക്കും മറ്റ് ടെസ്റ്റുകൾക്കായിട്ട് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെയൊക്കെ നല്ലൊരു സഹകരണത്തോടു കൂടിയാണ് ഇന്നിപ്പോൾ ഇവിടെ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. MDMAയുമായി യുവാവ് പോലീസ് പിടിയിൽ. പെരുമ്പിളിശ്ശേരി സ്വദേശി വള്ളിയിൽ വീട്ടിൽ 24 വയസ്സുള്ള ശ്യാമാണ് പോലീസിൻ്റെ പിടിയിലായത്. തൃശൂർ റൂറൽ ഡാൻസ് ആപ്പിൻ്റെയും ഇരിഞ്ഞാലക്കുട പോലീസും ചേർന്നാണ് പിടികൂടിയത്. ഇയാളിൽ നിന്നും 20 ഗ്രാം MDMA കണ്ടെടുത്തു. തൃശൂർ മേഖലയിലെ മയക്കുമരുന്നിൻ്റെ മൊത്തക്കച്ചവടക്കാരനിൽ പ്രധാനിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷിൻ്റെ നേതൃത്വത്തിൽ SHO അനീഷ് കരീം, SI-മാരായ ക്ലീറ്റസ്, പ്രസന്നകുമാർ, ഡാൻസ് ഓഫ് SI-മാരായ CR പ്രദീപ്, P ജയകൃഷ്ണൻ, ഷൈൻ TR എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോഴിക്കൂട്ടിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. താഴേക്കാട് കണിച്ചുകുന്നത്ത് ഫ്രാൻസിസിൻ്റെ വീടിൻ്റെ കോഴിക്കൂട്ടിൽ നിന്നാണ് 10 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. ഞായറാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു സംഭവം. കോഴികളുടെ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് കോഴിക്കൂടിനകത്ത് ഭീമൻ മലമ്പാമ്പിനെ കണ്ടത്. ഉടനെ വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു. വനപാലകരെത്തി പാമ്പിനെ പിടികൂടി ഉൾവനത്തിൽ കൊണ്ടുവിട്ടു. ചാമക്കാലയിൽ കണ്ണിൽ മുളകുപൊടി വിതറി വയോധികയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച കേസിൽ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാമക്കാല രാജീവ് റോഡ് സ്വദേശി തലാശ്ശേരി വീട്ടിൽ 34 വയസ്സുള്ള സുബിതയെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാവിലെയാണ് അയൽവാസിയായ കൊച്ചിക്കാട്ട് വീട്ടിൽ സത്യഭാമയുടെ മാല പൊട്ടിച്ചെടുത്തത്. വീട്ടുമുറ്റത്ത് വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടിരുന്ന സത്യഭാമയുടെ പുറകിലൂടെ എത്തി സുബിത മാല പൊട്ടിച്ചെടുത്ത ശേഷം കണ്ണിൽ മുളകുപൊടി വിതറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ മുളകുപൊടി ലക്ഷ്യം മാറി നെറ്റിയിൽ വീണതിനാൽ ആളെ തിരിച്ചറിഞ്ഞ വീട്ടമ്മ ഒച്ചവെച്ചതോടെ യുവതി മാല ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ DYSP VK രാജുവിൻ്റെ നിർദ്ദേശാനുസരണം SI-മാരായ KS സൂരജ്, സജീഷ്, VM ബിജു, PV ഹരിഹരൻ, ASI PK നിഷി, സീനിയർ CPO-മാരായ മുഹമ്മദ് റാഫി, പ്രിയ, CPO ഗിൽബർട്ട് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6325 രൂപ, പവന് 50,600 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ ശേഷം ബന്ധത്തിൽ നിന്നും പിന്മാറാൻ യുവാവിന്റെ സമ്മർദ്ദവും ഭീഷണിയും കാരണം ദളിത് യുവതി ജീവനൊടുക്കിയതായി പരാതി. നമ്പർ പേരാമ്പ്ര SNDP ശാഖയുടെ വാർഷിക പൊതുയോഗവും പ്രാർത്ഥനാ ഹാളിന്റെ ഉദ്ഘാടനവും നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് സായം പ്രഭ ഹോമിൽ ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. MDMAയുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.